കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അതെ, അരുചി പേറുന്ന ഒരിത്തിരി ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് നാം ഒരിക്കൽ കൂടി നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തോട് കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് അവിടുത്തെ നന്മയെ രുചിച്ചറിയുവാനായി ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാലം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ ചാരം പൂശൽ എന്നത് അവരുടെ ഇടയിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമചരിത്രത്തിലുടനീളം പല വ്യത്യസ്ത പ്രതീകങ്ങളിലായി ചാരം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവം തൻ്റെ സ്വന്തമായി തിരഞ്ഞെടുത്ത ഒരു ജനത, അതായിരുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായ ഇസ്രായേൽ ജനം. അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ കൈപിടിച്ച് നയിച്ചിട്ടും പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് മറുതലിച്ച് ദൈവത്തെ എതിർത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തെ എതിർത്ത് നടക്കുമ്പോഴൊക്കെ ശത്രുക്കളുടെ കരങ്ങളിൽ അകപ്പെടുകയും പലവിധ മഹാമാരികളാൽ അവർ വ്യതകൾക്ക് വിധേയരാവുകയും ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തങ്ങളുടെ തെറ്റ് അവർ തിരിച്ചറിയുമ്പോൾ അനുതാപത്തിന്റെ പ്രതീകമായ ചാരം പൂശി ചാക്കുടുത്ത് ദൈവത്തിലേക്ക് തിരികെ ചെല്ലാൻ അവർ പരിശ്രമിച്ചിരുന്നു. ഇത് മാത്രമല്ല, അപമാനത്തിന്റെ പ്രതീകമായും ചാരത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഇസ്രായേൽ ജനം ശത്രു രാജ്യങ്ങളാൽ തോൽപ്പിക്കപ്പെടുമ്പോഴും അടിമത്തത്തിൽ അകപ്പെടുമ്പോഴും തങ്ങളെ തന്നെ മറ്റുള്ളവർ തങ്ങളുടെ ദേവാലയത്തെയും ഒക്കെ മലിനമാക്കി എന്ന് തിരിച്ചറിയുമ്പോൾ അവർ വസ്ത്രം കീറി ചാരം പൂശുന്നതായി കാണാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തൻ്റെ സഹോദരനാൽ മലിനയാക്കപ്പെടുന്ന താമാർ തലയിൽ ചാരം പൂശിക്കൊണ്ടാണ് തൻ്റെ അപമാനത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ മൂശ ദൈവകൽപ്പനയാൽ ചൂളയിൽ നിന്ന് വലിച്ചെറിയുന്ന ചാരമാണ് 6ാമത്തെ മഹാമാരിക്ക് കാരണമായി ഈജിപ്തിൻ്റെ മേൽ വ്രണങ്ങളായി വ്യാപിക്കാൻ ഇടവരുന്നത്. ഇവിടെ ചാരം ഒരു ശിക്ഷയുടെ പ്രതീകമായിട്ടും നിലകൊള്ളുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ജോബിന്റെ പുസ്തകത്തിൽ ദൈവം അവനയക്കുന്ന കഷ്ടതകളുടെ, ക്ലേശങ്ങളുടെ വേദനകളിൽ അവനിരുന്ന് കരയുന്നത് ചാരത്തിലാണ്. തൻ്റെ നിസ്സഹായതയുടെ വേദനകൾ അവൻ ഈ ചാരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ തവണ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും പല ന്യായാധിപന്മാരാലും പ്രവാചകന്മാരാലും ദൈവം അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്താനായി ചാരം പൂശി ഒരു ഉപവാസം പ്രഖ്യാപിച്ചിരുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിനവേ നഗരത്തിലെ ജനങ്ങളോട് അവരുടെ പാപത്തെപ്പറ്റി യോനാ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ അവർ ചെറിയവരും വലിയവരും എന്നീ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മൃഗങ്ങളും അടക്കം എല്ലാ മനുഷ്യരും മൃഗങ്ങളും ചാരം പൂശി ഉപവസിച്ചതായിട്ടും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇവിടെയൊക്കെ ചാരം കാണാൻ കഴിയുന്നത്. എന്നാൽ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു ശുദ്ധീകരണത്തിന്റെ പ്രതീകമായി ചാരം കടന്നു വരുന്നത് കാണാൻ കഴിയും. ഇസ്രായേൽ ജനം ശുദ്ധതയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയ ഒരു ജനസമൂഹമായിരുന്നു. പലവിധ അശുദ്ധികളെ എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് അവരുടെ നിയമങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ശുദ്ധീകരണത്തിനുള്ള ജലം തയ്യാറാക്കാൻ അവരുപയോഗിച്ചിരുന്നത് അതിനുവേണ്ടി പ്രത്യേകം മാറ്റി നിർത്തപ്പെട്ട പശുക്കിടാവിനെ സമ്പൂർണ്ണ ദഹനബലിയായി അർപ്പിച്ച് ആ ചാരം വെള്ളത്തിൽ കലക്കിയാണ് ഈ ജലം നിർമ്മിച്ചിരുന്നത്. ഈ ശുദ്ധീകരണ ജലം തളിച്ചാണ് ഓരോ മനുഷ്യരും തങ്ങൾ അകപ്പെടുന്ന അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വന്നത്. പുതിയ നിയമത്തിലേക്ക് നാം കടക്കുമ്പോഴാകട്ടെ അപമാനത്തിൻ്റെയും എളിമപ്പെടുത്തലിൻ്റെയും ശിക്ഷയുടെയും ഒക്കെ പ്രതീകമായ കുരിശിനെയാണ് ഈശോ തൻ്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും കൂടെ നമ്മുടെ രക്ഷയുടെ പ്രതീകമായ, മഹത്വത്തിൻ്റെ പ്രതീകമായ, രക്ഷയുടെ പ്രതീകമായ കുരിശായി മാറ്റിയത്. ഇങ്ങനെ ഈ ഒരു ഉപവാസകാലം കൂടി കടന്നു വരുമ്പോൾ ഒരു നുള്ളു ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് നമ്മെ തന്നെ വിനീതരാക്കുമ്പോൾ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അപമാനത്തിൻ്റെയും വ്യതകളുടെയും അരുചികളുടെയും അനുഭവങ്ങളെ രക്ഷയുടെ സ്രോതസ്സാക്കി മാറ്റാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആഴത്തിൽ രുചിച്ചറിയട്ടെ. അങ്ങേ നന്മയെ രുചിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ
കൂടുതൽ അങ്ങേക്ക് അനുരൂപമാക്കി തീർക്കട്ടെ. ആമേൻ.